ഗൂഗിൾ എന്താ ഇപ്പൊ ഇക്കാര്യം എന്നോട് എടുത്തു ചോദിച്ചേ? ഇതുവരെ ഇങ്ങനെയൊന്നും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ശരിയാ, പക്ഷേ പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോണം. ഒരു മനസ്സമാധാനത്തിന്. വെറുതെ ടെൻഷൻ അടിച്ച് മനുഷ്യൻ മരിക്കണ്ടല്ലോ. എന്താടേ ഇത്? കേസിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഇന്നുവരെ ഇങ്ങനെ ആരും ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയിട്ടില്ല. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്റെ കേസിന്റെ കാര്യങ്ങൾ ഇടപെടരുതെന്ന് അമ്മയോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഏട്ടാ അത് കേറിപ്പൊടി. അവിടെ ഒരു ഉപദേശം. എന്റെ ഭഗവാനെ, ഇവനിത് എന്താ സംഭവിച്ചത്? കേറിപ്പോവാൻ. സത്യത്തിൽ ആളിനെന്താ പറ്റിയേ? മുമ്പൊരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അളിയൻ പറഞ്ഞ പോലെ ചിലപ്പോൾ കേസ് ജയിക്കും, ചിലത് തോക്കും. അതിന്റെ വഴിക്ക് വിട്ടേക്കണം. ചില കാര്യങ്ങൾ കൈ നിൽക്കുന്നില്ലല്ലേ? എക്സ്ക്യൂസ് മീ. യെസ്, മേ ഐ? വരൂ. ഇരിക്കൂ. സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പേരും ഡിവിഷനും പറയൂ. 2 പേരുടെ ഫീസ് അടയ്ക്കുന്നുണ്ട്. പേര് അമ്മു, ഇന്ദു. 5A. ശരി, ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കട്ടെ. 2 മാസത്തെ പെൻഡിംഗ് ഉണ്ട്. 2 മാസത്തേക്ക് എത്രയാവും? 20,000. ഓക്കെ. ഓക്കെ മാം. ശരി, താങ്ക് യു. ആളിയെ ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നല്ലോ. അവര് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണോ കാര്യം? അത് വിടളിയാ, അത് ഞാൻ ഡീൽ ചെയ്തോളാം. മനഃപൂർവ്വം ആളെയും കേസ് ഒപ്പിച്ചല്ലോ. ഓരോ കേസിലും വിധി പ്രഖ്യാപിക്കുന്നത് ജഡ്ജിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണെന്ന് ആർക്കാ അറിയാത്തത്? വാദിക്കാം, തെളിവ് നിരത്താം, വീണ്ടും വീണ്ടും സാക്ഷിയും പ്രതിയും വിസ്തരിക്കാം. അല്ലാതെ ഒരു വക്കീലിനും വിധി എഴുതുന്നതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കേസിൽ തോറ്റു എന്ന് കരുതി ആളിയും വിഷമിക്കേണ്ട കാര്യം ഒന്നുമില്ല. അതല്ല രാജീവേ, ഇപ്പൊ ആലോചിക്കുമ്പോ അവര് പറഞ്ഞതിൽ എന്തൊക്കെയോ ശരിയുണ്ടെന്ന് മനസ്സിലൊരു തോന്നല്. കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിലേ ആ കേസ് ജയിക്കാമായിരുന്നു എന്നൊരു കുറ്റബോധം. ആളിന് ശരിക്കും എന്താ സംഭവിക്കുന്നത്? വളരെ സ്ട്രോങ് ആയിട്ടൊരു മൈൻഡ് സെറ്റ് അളിയനുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോ വളരെ വീക്കായ ഒരാളെ പോലെയാ അളിയൻ സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം. മനസ്സ് അങ്ങോട്ട് പിടിയെ നിൽക്കുന്നില്ല രാജീവേ. പലതിലും നല്ലതുപോലെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ എന്തൊക്കെയോ കൈവിട്ടു പോകുന്ന പോലുള്ളൊരു ആശങ്കയാ. ഓരോ നിമിഷവും അടുത്ത നിമിഷം സമൃദ്ധ എൻ്റെ കൂടെ ഉണ്ടാവോ എന്നുള്ളൊരു ആദി എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ബാധിക്കുക. ഒന്നിലും എനിക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടാലോ എന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ചായ. സമൃദ്ധയുടെ
സമൃദ്ധി എവിടെയെന്ന് ആ അതറിയണമെങ്കിൽ ഇനി പ്രശ്നം വെച്ച് നോക്കേണ്ടി വരും. മനസ്സിലായില്ല. അവൾ ഈയിടെയായിട്ട് എപ്പോഴും വീട്ടിന് പുറത്തല്ലേ? എപ്പ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, എപ്പോ തിരിച്ചു വരും, ഇതൊന്നും ഇവിടെ ആരോടും പറയാറില്ല. ഞങ്ങളത് അറിയാറുമില്ല. എപ്പ നോക്കിയാലും സർക്കിട്ടാ. സ്വന്തം ആവശ്യങ്ങൾക്കായി പുറത്തു പോകാതെ എപ്പോഴും ഇതിനകത്ത് അടച്ചു മൂടിയിരിക്കണമെന്നാണ് നീ പറയുന്നത്? അടച്ചു മൂടിയിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പോകുന്നതും വരുന്നതും അതെങ്ങോട്ടാണെന്നും ബാക്കിയുള്ളവർ കൂടി അറിയണ്ടേ? അത് ചോദിക്കാനും പറയാനും അറിയാനുള്ള ആള് ഇവിടെ വേറെ ഉണ്ട്. വെറുതെ നീ ഭ്രാന്ത് പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കല്ലേ. പോയേ. ഓ, ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ കുഴപ്പം. അല്ലാതെ ചെയ്യുന്നവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കൂട്ടുനിൽക്കാൻ നിങ്ങളെപ്പോലെ ചിലരും ഉണ്ടല്ലോ. ഇനി നീ ഇവിടെ നിന്നാ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. മര്യാദയ്ക്ക് അകത്തോടി പോൻ. അളിയ എന്റെ പെങ്ങളൊക്കെയാ, കാര്യം ശരി തന്നെ. പക്ഷേ ഇതെന്താ സ്വഭാവം അളിയ? സമൃദ്ധയോട് ഇവക്ക് വല്ലാത്ത അസൂയാണെന്ന് എനിക്ക് തോന്നുന്നു. താനെവിടെയായിരുന്നു? ഗൂഗിൾ വന്നിട്ട് അധികം നേരമായോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എപ്പോഴും ഈ വീട്ടിലിങ്ങനെ അടച്ചുമൂടി ഇരിക്കരുതെന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണമെന്നും ഗൂഗിൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളേ? അല്ല, ഗൂഗിൾ എന്താ ഇപ്പൊ ഇക്കാര്യം എന്നോട് എടുത്തു ചോദിച്ചേ? ഇതുവരെ ഇങ്ങനെയൊന്നും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ശരിയാ. പക്ഷേ പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോണം. ഒരു മനസ്സമാധാനത്തിന്. വെറുതെ ടെൻഷൻ അടിച്ച് മനുഷ്യൻ മരിക്കണ്ടല്ലോ. അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എരുതിയിൽ ശിശിര എണ്ണ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഒരു ദിവസം അർച്ചനയ്ക്ക് തിരിച്ചു പോയേ പറ്റൂ. ഈ വീട്ടിലെ എല്ലാ സന്തോഷവും അതോടെ ഇല്ലാതാവും.